100 ഡേയ്സ് ഓഫ് കസ്റ്റമർ സൈക്കോളജി ഡേ 12. ഓരോ പ്രൊഡക്റ്റുകളും ഓരോ സൊല്യൂഷൻസ് ആണ്. ഒരു സൊല്യൂഷൻ കോംപ്ലക്സ് ആയിട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് അതൊരു ബാഡ് പ്രൊഡക്റ്റും, എന്നാൽ സിംപ്ലിസിറ്റി ആഡ് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുന്ന സമയത്ത് അത് ഗ്രേറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. സിംപ്ലിസിറ്റി എന്നുള്ളത് ആളുകളുടെ ചോയ്സിനെ ബാധിക്കുന്ന ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. നമ്മൾ പ്രൊഡക്റ്റ് സെറ്റ് ചെയ്യുമ്പോഴും പ്രൈസിങ് സെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ പ്രോസസ്സുകൾ സ്ട്രീംലൈൻ ചെയ്യുന്ന സമയത്തും കമ്മ്യൂണിക്കേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഈ സിംപ്ലിസിറ്റി എന്നുള്ള ഘടകം നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യേണ്ടതുണ്ട്. പ്രൊഡക്റ്റിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇറക്കാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലെസ് ആയിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇറക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിന്റെ യൂസർ ആംഗിളിൽ നല്ല സ്മൂത്ത്നെസ് ഉറപ്പുവരുത്തണം. പ്രൈസിങ്ങിൽ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ട് കൺഫ്യൂഷൻ ആക്കാതെ കുറഞ്ഞ ഓപ്ഷൻസിലൂടെ ആളുകളുടെ ചോയ്സ് ഈസിയർ ആക്കണം. അതേപോലെ ഓഫറൊക്കെ പറയുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഈസിലി ആക്സസബിൾ ആവുന്ന രീതിയിലുള്ള സ്കീമുകൾ ഇറക്കണം. പ്രോസസ്സുകൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഹാൻഡിൽ ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഹാൻഡിൽ ചെയ്യുന്നിടത്ത് അതേപോലെ തന്നെ നമ്മുടെ ഇന്റേണലി ഉള്ള കാര്യങ്ങളൊക്കെ വളരെ ക്വിക്കായിട്ടും ക്ലിയർ ആയിട്ടും പ്രോസസ്സുകൾ മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം. അതേപോലെ കസ്റ്റമേഴ്സിനെ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അവർ പറയുന്ന കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാഫുകൾ നമ്മുടെ അകത്ത് വേണം. അതേപോലെ തന്നെ അങ്ങോട്ട് എന്തെങ്കിലും കാര്യം പറയുന്ന സമയത്ത് കുറെ വളച്ച് കെട്ടാതെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സ്റ്റാഫും ഒരു സിസ്റ്റവും നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാവണം. ഇങ്ങനെ കസ്റ്റമറിന് സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ എൻഡിങ് പോയിന്റ് വരെ കൃത്യമായിട്ട് എന്താണ് പ്രോസസ്സ് എന്നുള്ളതും അത് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് യാത്ര ചെയ്യാനും കൂടെ പറ്റണം. അപ്പൊ നമുക്ക് കസ്റ്റമർ സൈക്കോളജി ഡേ 30 വീണ്ടും കാണാം.